പിന്നെ ഇനി ആംഗിൾ വെച്ചിട്ട് നമ്മൾ ഇത്രയും എന്ത് ചെയ്ത് നമ്മൾ ലെങ്ത്ത് വെച്ചിട്ട് നമ്മൾ കോമ്പസ് കൊണ്ട് അല്ലെ സ്കെയിൽ കൊണ്ടൊക്കെയാണ് വരച്ചത് അല്ലേ. പിന്നെയോ ഇതാ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചൊരു കാര്യമാണ് എന്ത്, യെസ്, ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. നമ്മൾ പാരലോഗ്രാം എന്ന് പറയുന്ന പിന്നെ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചൊരു കാര്യമാണല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കാണുന്ന ചിത്രങ്ങൾ പോലെ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റൂലേ. ഇതാ 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി, അങ്ങനെ 3 ആംഗിൾസും തന്നിട്ടുണ്ട്, നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റൂലേ. യെസ്, ഇതാ ബേസ് 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് വരച്ചു അല്ലേ. ഇത് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞല്ലേ. ഫസ്റ്റ് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരക്കുന്നു, ഈ ഒരു സൈഡിൽ നിന്ന് 40 ഡിഗ്രി പ്രൊട്ടാക്ടറിൽ എടുക്കുന്നു, ഈ ഒരു സൈഡിൽ നിന്ന് 60 ഡിഗ്രി പ്രൊട്ടാക്ടർ എടുക്കുന്നു, എവിടെയാണോ പോയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ട്രയാങ്കിളായി മാറി അല്ലേ. ഇനി 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് വരച്ചൂടെ, പിന്നെയോ ഒരു 3 സെൻറ്റിമീറ്റർ വെച്ച് വരച്ചൂടെ. അപ്പോൾ കുറേ പിന്നെ ഇങ്ങനത്തെ ഒരേ ആംഗിൾ വരുന്ന പിന്നെ അപ്പോൾ ഈ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടെ അല്ലേ. 3 ആംഗിൾ തന്നിട്ടുണ്ട്, എന്നാലും ഈ 2 ആംഗിളുകൾ കിട്ടിയിട്ടുണ്ട്, മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് അറിഞ്ഞൂടെ. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോ എന്താ പറയുക ഒരേ ആംഗിളിലുള്ള ട്രയാങ്കിൾസ് തന്നെ വ്യത്യസ്ത ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരേ ഇതുള്ളതാണെങ്കിലോ എത്ര തരത്തിൽ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇതാ 4 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഫ്ലിപ്പിഡ്, ടേണിഡ്, തിരിച്ചിട്ട് മറിച്ചിട്ട് എന്നെല്ലാം പറയൂലേ നമ്മൾ, അങ്ങനെയെല്ലാം വരയ്ക്കാൻ വേണ്ടി പറ്റൂലേ. ഇനി ഇതാ ജസ്റ്റ് ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ 6 സെൻറ്റിമീറ്ററിലാണ് വരച്ചത്. പിന്നെയോ അടുത്തതോ പിന്നെ 4 സെൻറ്റിമീറ്റർ. ഇതേ ഒരു പിക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടില്ലേ അല്ലേ. ഈ ആംഗിളും എന്താണ്, പിന്നെ ഈ ലൈനും പിന്നെ പാരലാണ് അല്ലേ. ഈ ലൈനും എന്താണ്, പാരലാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, നമ്മൾ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സെഡ് എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലേ. പിന്നെയോ ഈ ആംഗിൾ കിട്ടിയാൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പിന്നെയോ ഇത് മൊത്തത്തിൽ എത്രയാണ്, ഇതാ യെസ് 70 ഉണ്ട്, 50 ഉണ്ട്. അപ്പോൾ 180 മൈനസ് പിന്നെ 180ന്ന് ഇത് രണ്ടും കൂട്ടിയിട്ട് കുറച്ചാൽ എത്ര കിട്ടും, യെസ് 180ന്ന് മൈനസ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളാണ് ഒന്ന് ജസ്റ്റ് നോക്കുന്നതെന്നുള്ളൂ അല്ലേ. 120 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, യെസ് 60 ഡിഗ്രി അല്ലേ. ഈ ഒരു ഭാഗം 60 ഡിഗ്രിയാണ് അല്ലേ. അത് ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി, ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് എന്ത് പറയാണ് പിന്നെ ട്രയാങ്കിൾസ് മാറ്റി വരക്കുന്നത്, പിന്നെ ഒരേ സ്ലാൻഡ് തന്നെ, അതായത് ഒരേ പിന്നെ ആംഗിൾ തന്നെ വെച്ചിട്ട് പിന്നെ വരക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. യെസ്, ഇതാ നോക്കൂ, ഇതേപോലത്തെ ഒരു പിക്ചർ നേരത്തെ നമ്മൾ കഴിഞ്ഞ പാഠത്തിലും കണ്ടതല്ലേ അല്ലേ. ഇവിടെയൊക്കെ ഈ ആംഗിളൊക്കെ എന്താണ്, ശരിയാണല്ലേ. അതിങ്ങനെ അതാ 4 ആയി. അപ്പോൾ ഇനി അടുത്ത് എത്ര വരും, അങ്ങനെ ഒരു ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. ഇനി ഇങ്ങനെ ഒരു പിക്ചർ വന്നു, ഇതുപോലത്തത് വരയ്ക്കാൻ വേണ്ടി പറ്റൂലേ. നേരത്തെ നമ്മൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ വരച്ചില്ലേ അല്ലേ. ആ ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ എന്ത് ചെയ്യുക, ഈ വേർട്ടിസസ് എന്നൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക, ഈ വേർട്ടിസസ് എന്ത് ചെയ്യുക, ലൈൻ ഇങ്ങനെ വരയ്ക്കുക, ഈ വേർട്ടിസസ്. അപ്പോൾ 3 കൂടിയിട്ട് പോയിൻ്റ് ചെയ്യും ഒരു സ്ഥലത്ത് അല്ലേ. യെസ്, അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ് മൊത്തം വരിക, അപ്പോൾ ഇത് 30 കിട്ടും അല്ലേ. ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് 3 ട്രയാങ്കിൾസ് കിട്ടി അല്ലേ. 3 ട്രയാങ്കിൾസ് കിട്ടി അല്ലേ. ആ 3 ട്രയാങ്കിൾസ് ഇക്വലേറ്റർ ആണോ നമുക്ക് നോക്കുക അല്ലേ. യെസ്, ബൈ ജോയിനിങ് 3 ഓഫ് ദം വി ഹാവ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ. നമ്മളെടുത്ത് നിന്നുണ്ട് ഒരു പിന്നെ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ 3 ഭാഗം യോജിപ്പിച്ചപ്പോൾ ഈ ഒരു കിട്ടിയ ഭാഗം ഏകദേശം ഇതുപോലെ ഇല്ലേ അല്ലേ. യെസ്, ഒന്നുമില്ല, ഒന്ന് ട്രയാങ്കിൾ വരച്ച് പഠിക്കുകയാണ്. എന്തിനാണ് അത് വരച്ച് പഠിക്കുന്നത്, ഇത് വരയ്ക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ. യെസ്, ഇവിടെ കണ്ട കുറച്ച് ഷേപ്സ് കണ്ട, കുറച്ച് 3D ഷേപ്സ് കണ്ട, ഇതെല്ലാം ഒന്ന് എന്ത് ചെയ്യാൻ വേണ്ടി ഒന്ന് വരച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലേ. ആദ്യം നോട്ടിൽ വരയ്ക്കുക, പിന്നെ A4 വരയ്ക്കുക, പിന്നെ എന്ത് ചെയ്യുക, പിന്നെ ഒരു ചാർട്ടിൽ വരച്ചിട്ട് കൊണ്ടുവരിക. ഒരു കുട്ടി വരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. പിന്നെ സൈഡും ആംഗിളും തന്നിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ഞാൻ ചോദിക്കുന്നത് അല്ലേ. പിന്നെ യെസ്, ഇതാ ഒരു ലൈന് വരച്ചു, പിന്നെ 30 ഡിഗ്രി എടുത്തു, എന്നിട്ട് നമ്മളിങ്ങനെ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്, പിന്നെ അതായത് ഒരു സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ്. യെസ്, നെക്സ്റ്റ് സൈഡോ അതിൻ്റെ ഡബിളാണ് അല്ലേ. 4ൻ്റെ ഡബിൾ അല്ലേ 8 അല്ലേ. യെസ്, പിന്നെ ഒരു ആംഗിൾ 60 ആണ് എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ അതൊരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളാണ് എന്നാണ് പറഞ്ഞത് അല്ലേ.
അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 60 ആണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ എത്രയായിരിക്കും? യെസ്, 30 ആണ്. പിന്നെയോ നമ്മുടെ കുറേ കാര്യങ്ങൾ ഇവിടെ പിന്നെ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. പിന്നെയോ അതായത് ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് പിന്നെ രണ്ട് ചെറിയ സൈഡുകളുടെ പിന്നെ തുകയേക്കാളും കുറവായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആംഗിളിൻ്റെ ഒരു പിന്നെ പാറ്റേൺ പറഞ്ഞു അല്ലേ. ചെറിയ ആംഗിളിന് നേരെയുള്ളത് ചെറിയ സൈഡ്, വലിയ ആംഗിളിന് നേരെയുള്ളത് വലിയ സൈഡ്, മീഡിയം ആംഗിളിന് നേരെയുള്ളത് മീഡിയം സൈഡ് അല്ലേ. യെസ്, അപ്പോൾ അതൊക്കെ പറഞ്ഞ സ്ഥിതിയിൽ നമ്മൾ ഇക്വലാറ്റർ ട്രയാങ്കിൾ പറഞ്ഞു. ഇപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പറഞ്ഞു അല്ലേ. പിന്നെ നമ്മളിത് വരക്കാൻ വേണ്ടി നോക്കിയിട്ട് വരക്കാൻ പറ്റാത്ത കണ്ടീഷനുകൾ ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ ചില കണ്ടീഷനുകൾ ഇവിടെ വരുന്നുണ്ട്. ഒന്നുമില്ല, ഈ ഒരു പിന്നെ ട്രയാങ്കിൾ വരക്കണം അല്ലേ. ഈ ഒരു ട്രയാങ്കിൾ വരക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആദ്യം 6 സെൻറ്റിമീറ്റർ എടുത്തു, പിന്നെയോ 30 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ 4 സെൻറ്റിമീറ്റർ അല്ലേ വേണ്ട അല്ലേ. യെസ്, ഈ സൈഡ് 4 സെൻറ്റിമീറ്റർ വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ നിന്നല്ലേ നമ്മൾ ആർക്ക് വരക്കൽ. യെസ്, ആർക്കല്ല, ഒരു സർക്കിൾ തന്നെ ആയിക്കോട്ടെ. ആർക്ക് വേണ്ട ഒരു സർക്കിൾ തന്നെ വരക്കുന്നു നമ്മൾ. യെസ്, ഒരു സർക്കിൾ വരക്കുന്നു. അത് രണ്ടും കൂടിയിട്ട് കട്ട് ചെയ്യുന്ന. യെസ്, ഇവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. യെസ്, ഇങ്ങനെ വരച്ചാൽ എന്ത് ചെയ്തു? 4 സെൻറ്റിമീറ്റർ അല്ലേ. ഇതും 4 സെൻറ്റിമീറ്റർ അല്ലേ. രണ്ട് സ്ഥലത്തു നിന്ന് ഇത് കട്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഏത് ട്രയാങ്കിളാണ് വേണ്ടത്? ഇതാ വേണ്ടത് അല്ലേ. പിന്നെ ഇതെല്ലാം ഒന്ന് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ഈ എല്ലാ പാഠത്തിൻ്റെയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ചാപ്റ്ററിൻ്റെ എല്ലാം സ്വന്തമായിട്ട് ഇങ്ങനെ വായിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോയാൽ തന്നെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടും. കിട്ടാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ പിന്നെ അതായത് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലുണ്ടാവും അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കണം, ഉത്തരം അറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ സ്വന്തമായിട്ടൊരു എഫേർട്ട് എന്ത് ചെയ്യണം? ഈ കാര്യത്തിൽ ജസ്റ്റ് ഒന്ന് എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ എല്ലാം ഇത് വരച്ചൂടെ? യെസ്, വേറൊരു സംഭവം വന്നിട്ടുണ്ട്. യെസ്, ഒരു ഭാഗം 2 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു ഭാഗമോ പിന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യില്ല, സർക്കിൾ കിട്ടും. ഇത്